ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ആദ്യം ചിക്കൻ സ്വല്പം വലിപ്പമുള്ള കഷ്ണങ്ങൾ, അധികം ചെറിയ കഷ്ണങ്ങളാക്കരുത്, കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി നന്നായി കഴുകുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകുക. വലിയ കഷ്ണങ്ങളോ മീഡിയം ലെവലിലുള്ള കഷ്ണം വേണം, ചെറുതാക്കാൻ പാടില്ല. കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങൾ വേണം, എന്നാൽ മാത്രമേ നമുക്കത് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് 1, 2, 3 പ്രാവശ്യം കഴുകുക. 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റുക. അപ്പോൾ ചിക്കൻ കഴുകി ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ 1 സ്പൂൺ മുളകും പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് പാകത്തിന്, പിന്നെ വിനാഗർ 1 സ്പൂണോ 2 സ്പൂൺ ഒഴിക്കാം. അത് പിന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ മെയിൻ കാര്യം. നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ വരയിട്ടിട്ട്, അത് ഒരു എണ്ണാണെങ്കിൽ കാലാണെങ്കിൽ വരയിടുക, ബാക്കിയുള്ളതോ കഷ്ണങ്ങളായതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അത് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്തിനെന്ന് പറയുക, മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അവിടെ മിക്സ് ചെയ്ത് അവിടെ വെക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തെന്നൊക്കെയാൽ സബോള കഴുകിയെല്ലാം ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സബോള അരിഞ്ഞ് വെക്കുക. അതുപോലെ പച്ചമുളക് 4, 5, 6 എത്രയാണ് എടുക്കുക. ഇതിൽ ഞാനിപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ. ചിക്കൻ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. അതിൽ വേപ്പില അത് പാകത്തിന് എടുക്കുക. വെളുത്തുള്ളി 5, 6 അല്ലി എടുത്താൽ മതി. ചിക്കൻ അനുസരിച്ചിട്ട് വെളുത്തുള്ളി എടുക്കുക. അപ്പോൾ 1 കിലോ ചിക്കൻ ആണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി എടുക്കുക. പിന്നെ ഇഞ്ചി പാകത്തിന് അരിഞ്ഞ് വെക്കുക. അതുപോലെ തക്കാളി ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നാളികേരപ്പാലാണ് അത് ടേസ്റ്റ് കൂട്ടാൻ നാളികേരപ്പാലാണ് നല്ലത്. നാളികേരപ്പാൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവണം വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ നമ്മൾ മാറ്റി വെച്ച് ചിക്കൻ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അത് മാറ്റി വെച്ചിട്ട് ആ ചിക്കൻ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. അതായത് ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മീഡിയം വറവ പാടുള്ളൂ, ഫുള്ള് വറക്കാൻ പാടില്ല. ഇത് മീഡിയം ലെവലിൽ മാത്രമേ വേവാൻ പാടുള്ളൂ. അതായത് പകുതി വേവേ പാടുള്ളൂ. ഒരു സൈഡ് വേവായിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടി നമ്മൾ മറിച്ചിടുകയാണ്. ആ മറിച്ചിട്ടതിന് ശേഷം അത് ഒരു മീഡിയം ലെവലിലായതിനു ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. വറുത്ത് കോരിയ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സബോള ഇടുക. അത് വറുത്ത വെളിച്ചെണ്ണ കുറച്ച് വേണമെങ്കിൽ എടുക്കാം, കുറച്ച് മാറ്റി വേണമെങ്കിൽ വെക്കാം. തോനെ വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് കുറച്ച് അത് മാറ്റി വെച്ചതിന് ശേഷം സബോള ഇട്ട് വഴറ്റിയാൽ മതി. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇടുക, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടുക, അത് പച്ചമുളക്, വേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു മീഡിയം ലെവലിൽ ഇളക്കിയാലും മതി, നന്നായിട്ട് ആവണമെന്നൊന്നുമില്ല, ഒരു മീഡിയം ലെവലൊക്കെ ആയാലും മതി. അത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തക്കാളി ഇടണം.
തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത് ഒരു മീഡിയം ലെവലായതിനു ശേഷം നന്നായി മിക്സ് ചെയ്ത് മീഡിയം ലെവലായതിനു ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ മസാല കൂട്ടുകളൊക്കെ ഇടാം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി അത് ഓരോ സ്പൂണ് ഇടുക. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഉപ്പ് പാകത്തിന്. ഗരം മസാല അധികം ഇടരുത്, കാരണം ചുവപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഒരു നുള്ള് 1/4 സ്പൂണ് ഗരം മസാല ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം സ്വല്പം ഒരു 1/2 സ്പൂൺ ഉപ്പിടാം. സ്വല്പം ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക. നമ്മൾ മസാലക്കൂട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അത് നന്നായി ഇളക്കി കുറച്ച് നേരം ഇളക്കണം. അത് മസാലക്കൂട്ടൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കണം. മാറ്റി വെച്ചിരിക്കുന്ന നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ 2ാം പാലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. മൂടി വെച്ച് വറ്റിച്ചെടുക്കുക. വെള്ളമില്ലാതെ നമ്മൾ വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാ സുഹൃത്തുക്കളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ കാണുവാനായി ബെല്ലൈക്കൻ അമർത്തുക. താങ്ക് യു.